ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി ഫോർ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിംഗിൾ പവർ സപ്ലൈ യൂസ് ചെയ്തൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു സബ് വൂഫർ ബോർഡാണ്, ഫിൽറ്റർ ബോർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാം 324 IC ആണ്. പിന്നെ DB സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രീസെറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നൊരു സബ് ഫിൽറ്റർ ബോർഡാണിത്. ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് എങ്ങനെ കണക്ഷൻസ് കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് ഫിൽറ്റർ ബോർഡ്. ഇത് നമ്മുടെ സിംഗിൾ പവർ സപ്ലൈ ബോർഡാണ്. നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ പ്ലസും മൈനസും നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം നമുക്ക് ഇതിനകത്ത് 12 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1000 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ IC യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം 324 ഒപ്പാം IC ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സൗണ്ട് നമുക്ക് കിട്ടും. നമ്മുടെ ഇന്ന് കൊടുക്കുന്നത് ഇവിടെയാണ്. ഗ്രൗണ്ടും റൈറ്റും ലെഫ്റ്റുമാണ് നമ്മൾ സാധാരണ ഇന്ന് കൊടുക്കുന്നത്. അത് കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത്. 1 മൈക്രോഫാരഡ് കപ്പാസിറ്ററിൻ്റെ ഔട്ടിലാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും സിങ്ക് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഒറ്റ ഔട്ടായിട്ട് കിട്ടുന്നത് സബിൻ്റെ ബോർഡിലേക്ക്. ഇതാണ് നമ്മുടെ ബോർഡിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡിലൊന്നും എഴുതിയിട്ടില്ല, എല്ലാം ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ ബോർഡ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് കണക്ഷൻ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മുടെ ഈ ബോർഡിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റ പ്രീസെറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാവുന്നതാണ്. മറ്റു ബോർഡുകൾ അപേക്ഷിച്ച് 3, 4, 5 പ്രീസെറ്റുകൾ ഉണ്ടാവും ഫ്രീക്വൻസി സെറ്റ് ചെയ്യാണ്ട്. ഇതിനകത്ത് നമ്മൾ ഫ്രീക്വൻസി ഓൾറെഡി സെറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗെയിൻ മാത്രം നമുക്ക് ഈ ഒരു പ്രീസെറ്റ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. ഇതൊരു 20Kയുടെ പ്രീസെറ്റ് ആണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന കപ്പാസിറ്ററൊക്കെ ക്വാളിറ്റി ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ്. അതുപോലെ ബോക്സ് കപ്പാസിറ്ററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിതിന് കിട്ടുന്നത്. അത് നമുക്ക് ലോ കോസ്റ്റിൽ എല്ലാ ഇലക്ട്രോണിക്സുകളിലും ഇപ്പം അവൈലബിൾ ആയിട്ടൊരു ബോർഡാണിത്. മെയിനായിട്ട് നമുക്ക് ഇതിന് സിംഗിൾ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് സപ്ലൈയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഈ ഒരു ബോർഡിന് വേണ്ടി നമ്മളിനി ഒരു എന്താ പറയുക ഡ്യുവൽ സപ്ലൈ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മാക്സിമം സൈസ് കുറച്ചിട്ടാണ് ഈ സർക്യൂട്ട് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടിലാണ് ഇത് അസംബിൾ ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ആമ്പിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ ഒത്തിരി സ്പേസ് ഒന്നും പോകേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഫിൽറ്റർ ബോർഡാണിത്. അപ്പം നിങ്ങൾ ഈ ബോർഡ് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അപ്പം ക്വാളിറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതായിരിക്കും. നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടുന്നൊരു ബോർഡാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.